പ്രാർത്ഥിക്കും. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ ഒരു ചെറിയ കൂട്ടമായിട്ട് അപ്പൻ്റെ ദുർഭാഗത്തിൽ അടിയങ്ങൾക്കായിരിക്കാൻ തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, 2-3 പേരെ യേശുവിൻ്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യേ വരാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പൊന്നു കർത്താവ്, ഞങ്ങളുടെ മധ്യേ വന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു കർത്താവേ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിലേക്ക് നോക്കി കർത്താവെ, അടിയങ്ങൾക്ക് എല്ലാവർക്കും ഏക മനസ്സോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ തന്ന വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സ്തുതിക്കുന്നു. അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് കർത്താവെ. കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ടെന്ന് സമ്മതിക്കുന്ന കർത്താവെ, അവിടുത്തെ കാൽവരി ക്രൂശിൽ തൂകിയ രക്തത്താൽ അടിയങ്ങളെ ഒന്ന് കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടിയങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിവുള്ള ആ തിരുരക്തം കൊണ്ട് അടിയങ്ങളെ ഒന്ന് കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ആ സുഹൃത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്ന കർത്താവ്, ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിച്ചിരിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ ഹൃദയ നിരൂപണങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇനിയും വരുവാനുള്ളവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് വചനം കേൾക്കുവാനും സങ്കീർത്തനങ്ങൾ വായിക്കുവാനും ആരാധിപ്പാനും എല്ലാം കർത്താവ് ഞങ്ങൾക്ക് ബലം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിൽ ബലമുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് വചനം പറയുന്നതനുസരിച്ച് കർത്താവിൽ ഞങ്ങൾക്ക് ബലപ്പെട്ട കർത്താവെ, ആ വചനങ്ങളൊക്കെയും കേട്ട് ബലപ്പെട്ട് കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് ക്രിസ്തുവിൻ്റെ തലയോളം ഞങ്ങൾക്ക് വളരുവാൻ അവിടുന്ന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ ഹൃദയ നിരൂപണങ്ങളെയൊക്കെ ദൂരത്തു നിന്നേ അറിയുന്നവനായ കർത്താവെ, വ്യസനത്തിലുള്ള മാർഗം ഞങ്ങളിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവേ, അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. നീ വരുവാനുള്ളവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യാത്രാമധ്യേ ആയിരിക്കുന്നവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. സകലമാനവും മഹത്വ യേശുവിനെ, സകലവും ജീവൻ വെച്ച യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണേരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണേരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ, നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും. ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ, നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും. ലക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. ലക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണേരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണേരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. രാജനേശു വന്നിടും, നീയൊരുങ്ങിയിട്ടുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? രാജനേശു വന്നിടും, നീയൊരുങ്ങിയിട്ടുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? പ്രിയ സോദര, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കുയിൽ നീ
സഹിച്ച കഷ്ടതയിൽ പങ്കുയെന്നു നീ വഹിക്കുന്നുണ്ടോ? പ്രത്യാശയോടിത ഭക്തരങ്ങുണേരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിത ഭക്തരങ്ങുണേരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. എന്നെയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? എന്നെയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴമതിൽ ഭീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൽ ഭീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിത ഭക്തരങ്ങുണേരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിത ഭക്തരങ്ങുണേരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പാരിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും. പാരിലാരും ചൂടിടാത്ത വടമുടി ചൂടും. പാരിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും. പാരിലാരും ചൂടിടാത്ത വടമുടി ചൂടും. ഇവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാ സ്നേഹമണവാളനൊത്തു സിയോൻ വാഴും. ഇവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാ സ്നേഹമണവാളനൊത്തു സിയോൻ വാഴും. പ്രത്യാശയോടിത ഭക്തരങ്ങുണേരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിത ഭക്തരങ്ങുണേരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. നൂറ്റി 32 യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ ആയതിൻ ധ്യാനമൻ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ. ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയ എന്നെയും യോഗ്യനായ എണ്ണിയ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ സിയോനിലെന്നെയും ശത്രു പണിയുവാൻ സ്വർഗീയ താതനിൻ വരെയും തികച്ചു സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. അത്ഭുത സ്നേഹമാ സ്വർഗീയ ദാനത്താൽ സമ്പൂർണ്ണനാക്കിടും
എന്നുള്ള പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ കർത്താവൻ കുഞ്ഞാട്ടിൽ കല്യാണ നാളത്തിൽ കാന്തേയത്തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ ഘോരമ പാടുകൾ ക്രൂരരം യൂതരാ കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ യേശുവിൻ സ്നേഹത്താ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ ഇവ കിരീടവും ജ്യോതിയാം വസ്ത്രവും നീതിയും ചെങ്കൊലും ധരിച്ചു വാഴുക മുൾമൂടി ധരിച്ചു നിന്നെയും സഹിച്ചു മന്നാതി മന്ന മാറാത്ത സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ വിണ്ടൂതർക്കും പാടാ അസാധ്യമേ അത് കാൽവരിഗിരിയിൽ കാൽകരം തുളച്ച കുഞ്ഞാടം പ്രിയ നിൻ സ്നേഹമെൻ കാലമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ 135 കൊടിയ കാറ്റടിക്കണമേ ആത്മാ മന്ദമാരുതനെ ദാസർ മധ്യത്തിൽ കൊടിയ കാറ്റടിക്കണമേ വാഗ്ദത്തം ജൂതർക്കു മാത്രമല്ല കർത്തൻ വാക്കുവാലി അവർക്ക് ദയാലും വാഗ്ദത്തം ജൂതർക്കു മാത്രമല്ല കർത്തൻ വാക്കുവാലി അവർക്ക് ദയാലും ഓമന പേർ ചൊല്ലിച്ചാരത്തമേറ്റും ഓമന പേർ ചൊല്ലിച്ചാരത്തമേറ്റും ദൂരസ്ഥർക്കും നൽകും സമാധാനം ദൂരസ്ഥർക്കും നൽകും സമാധാനം കൊടിയകത്തടിക്കണമേ ആത്മാരുതനെ ദാസർ മധ്യത്തിൽ കൊടിയകത്തടിക്കണമേ വടുതിക്കാറ്റേ നല്ല കാറ്റേ തോട്ടത്തിൽ നിൽക്കുന്ന നാടുതല കഴിഞ്ഞ വടുതിക്കാറ്റേ നല്ല കാറ്റേ തോട്ടത്തിൽ നിൽക്കുന്ന നാടുതല കഴിഞ്ഞ നൽസുഗന്ധം വിശുന്നേരം പരേയും നൽസുഗന്ധം വിശുന്നേരം പരേയും ഊതുകാനിൻ പ്രിയമാക്കൾ മേലും ഊതുകാനിൻ പ്രിയമാക്കൾ മേലും കൊടിയകത്തടിക്കണമേ ആത്മാമന്ദമാരുതനെ ദാസർ മധ്യത്തിൽ കൊടിയകത്തടിക്കണമേ ഏറ്റവും ബലമുള്ളവൻ മരമായിരും കൂട്ടം പേരും കട്ടുപാടിക്കണമേ ഇപ്പോൾ ഏറ്റവും ബലമുള്ളവൻ മരമായിരും കൂട്ടം പേരും കട്ടുപാടിക്കണമേ ഇപ്പോൾ ഇലകളും ചില്ലിപ്പം മകിലവും കാറ്റടി ഇലകളും ചില്ലിപ്പം മകിലവും കാറ്റടി കൊടിയകത്തടിക്കണമേ
ശക്തിയോടടിക്കുക ദൈവത്തിൻ കാറ്റ് ശക്തിയോടടിക്കുക ദൈവത്തിൻ കാറ്റ് ഊതുക നിൻ പ്രിയമാർഗമേൽ ഊതുക നിൻ പ്രിയമാർഗമേൽ ഒരിക്കലടിച്ചേണമേ നന്ദമാരുതനെ മടുക്കാത്തേ നല്ല കാത്തേ തൊട്ടത്തിൽ മടുക്കാത്തേ നല്ല കാത്തേ തൊട്ടത്തിൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നൂറ്റി 43 സങ്കീർത്തനം. യഹോവേ, എന്റെ പ്രാർത്ഥനയായിട്ട് എന്റെ ആജ്ഞകൾക്ക് ചെവി തരണമേ. നിന്റെ വിശ്വസ്തയാലും നീതിയാലും എനിക്ക് ഉത്തരം നൽകണമേ. ശത്രു എന്റെ പ്രാണനെ അവതരിച്ചിരിക്കുന്നു. അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തിയും ഞാൻ ചിന്തിക്കുന്നു. യഹോവേ, വേഗം എനിക്ക് ഉത്തരം നൽകണമേ. എന്റെ ആത്മാവ് കാംക്ഷിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ നിന്റെ മുഖത്തെ എനിക്ക് മറക്കരുതേ. യഹോവേ, എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. യഹോവേ, നിന്റെ നാമം നിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ നീതിയാൽ എന്റെ പ്രാണനെ കഷ്ടത്തിൽ നിന്ന് ഉദ്ധരിക്കണമേ. എന്റെ പ്രാണനെ ഞാൻ മൂന്നാമത്തെ വാക്ക്. ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു. അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പ്രാർത്ഥിച്ചിരിക്കുന്നു. മനുഷ്യകുലത്തിൻ്റെ ശത്രു സാത്താനാണ്. സാത്താൻ എപ്പോഴും ലോകത്തിലുള്ള ആളുകളെ തകർക്കാൻ നോക്കുന്നവനാണ്. യോഹന്നാൻ 10:10 യേശുക്രിസ്തു പറഞ്ഞു,
അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും കള്ളൻ വരും. എന്നാൽ ഇവിടെ പറയുകയാണ്, അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ സാത്താനാകുന്ന ശത്രു അനേകരെ ഇരുട്ടിൽ പാർപ്പിക്കുന്നതിൻ്റെ കാരണം? പഴയ നിയമത്തിലെ ദാവീദ് പറഞ്ഞതിന് നമുക്ക് ഉത്തരവുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം മുതൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തന്നത് നമ്മളാരും നശിച്ചു പോകാതിരിക്കാനാണ്. എന്നിട്ട് അതിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായക കൊണ്ട് ന്യായവിധി വന്നു കഴിഞ്ഞു. ഇന്ന് ഡാനി എടുത്ത ആ സങ്കീർത്തനത്തിൽ ന്യായവിധിയെക്കുറിച്ചും പറയുന്നുണ്ട്. ആ ന്യായവിധിയിലേക്ക് പ്രാന്തവാക്യമായിരുന്നുണ്ടോ? 2-ാമത്തെ വാക്യം, അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുത് എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇന്ന് അനേകം ആളുകൾ അവരുടെ ജീവിതത്തിൽ ന്യായവിധി വരാൻ കാരണം എന്താണ്? അവർ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിലല്ല വിശ്വസിക്കുന്നത്. അവർ കന്യകമറിയാമിൽ വിശ്വസിക്കുന്നു, പുണ്യാളന്മാരിൽ വിശ്വസിക്കുന്നു, പള്ളികളിൽ വിശ്വസിക്കുന്നു, കൂദാശകളിൽ വിശ്വസിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ 19-ാം വാക്യത്തിൽ പറയുന്നു, ന്യായവിധി എന്നതോ, യോഹന്നാൻ 3:19, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഇരുളിനെ ഇഷ്ടം. കാര്യം അവർക്ക് ഈ വെളിച്ചത്തെ വലിയ താല്പര്യമില്ല. പാപജീവിതം, പാപം നൽകുന്നതായ സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ന്യായവിധി വരാൻ കാരണം എന്താണ്? ഇന്ന് എത്രയോ ക്രിസ്തീയ കുടുംബങ്ങളിൽ ദൈവിക ന്യായവിധി വന്നിരിക്കുകയാണ്. കാരണം വെളിച്ചമാകുന്ന യോഹന്നാൻ 1-ൽ പറയുന്നത്, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരായവരോ യേശുവിനെ കൈക്കൊണ്ടിരുന്നു. ഇന്നും ക്രിസ്തു മതത്തിൽ ആയിരിക്കുന്നവരാണ് യേശുവിൻ്റെ സ്വന്തക്കാർ. അവർക്ക് യേശുവിനെ കൈക്കൊള്ളാനൊക്കെ പാടാണ്. ഞായറാഴ്ച അവർ പാടും, കൈക്കൊള്ളുവോർക്കൊക്കെ എഴും ഭാഗ്യം ഇതെന്നറിയിച്ചു. പക്ഷെ കൈക്കൊള്ളത്തില്ല. കൃപയാൽ എനിക്കും നിങ്ങൾക്കും ഈ ദൈവത്തിൻ്റെ പുത്രനെ കൈക്കൊള്ളാൻ സാധിച്ചതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ന്യായവിധി മാറിക്കിട്ടിയത്. അതായത് പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നില്ലേ, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായി, അത് നമ്മിൽ തുടങ്ങിയാൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താവും, അല്ലേ? എല്ലാവർക്കും അറിയാമോ വാക്യം? 1 പത്രോസ് 3-ലാണോ? 1 പത്രോസ് ഒന്നെടുത്ത് നോക്കിക്കേ. 1 പത്രോസ് 4:17. 1 പത്രോസ് 4:17. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താണ്? ഞാൻ പള്ളിയിൽ മദ്ബഹായിൽ കയറുകയും ഇതെല്ലാം ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ ന്യായവിധി വന്നു. കാര്യം എനിക്കത് അറിയത്തില്ലായിരുന്നു. സുവിശേഷത്തിൽ വിശ്വസിക്കാഞ്ഞത് കൊണ്ടായിരുന്നു. ഇന്നും ഇങ്ങനെ തന്നെയാണ്. പല കുടുംബങ്ങളിലും ന്യായവിധി ഓരോ തരത്തിലാണെന്നുള്ളതേ ഉള്ളൂ. ചിലർക്ക് രോഗമാകാം, ചിലർക്ക് കടഭാരമാകാം, ചിലർക്ക് ഡൈവോഴ്സുകളാകാം, ചിലർക്ക് പ്രതികൂലങ്ങളാകാം. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ നിരാശയിലും ഭാരത്തിലും ഒക്കെ ജീവിക്കും. എന്നിട്ട് ഇത് വിധിയാണെന്ന് പറഞ്ഞ് ജീവിക്കുകയാണ്. വിധിയാണ്, ന്യായവിധിയാണ്. എന്നിട്ട് ഇത് ദൈവിക ന്യായവിധി മാറണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ആ ന്യായവിധി മാറത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ റോമാലേഖനം 8:1 പൗലോസ് പറയുന്നുണ്ട്, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. എന്നെ നിങ്ങളെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്
നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നമ്മുടെ പഴയതെല്ലാം കഴിഞ്ഞു പോയി സകലതും പുതുതായി തീർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ന്യായവിധിയെല്ലാം മാറി അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. മോളി ആൻറ്റി കടന്നു വന്ന് പ്രാർത്ഥിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവിൻ സമയമാണ് സംസാരിച്ചു. യേശുവിൻ മൂലമൻ യാചന നൽകുമേ, യേശുവിൻ മൂലമൻ യാചന നൽകുമേ, ആശയിൽ കെഞ്ചിടുന്നേ അല്ലാവെന്നിൽ ലേശവും നന്മയില്ലേ, അല്ലാവെന്നിൽ ലേശവും നന്മയില്ലേ, പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാഥാ, സ്തുതിക്കുന്നപ്പോൾ ക്രിസ്തുയേശുവിൽ കൂടിയ അടിയങ്ങളെ അളവില്ലാ സ്നേഹിക്കുന്ന അടിയങ്ങളെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ സന്ധ്യായ സമയത്ത് പല ദേശങ്ങളിലെ പല ഭവനങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് ആ പാദപീഠത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും കർത്താവോട് നൽകാനും ഓരോരുത്തർക്കും തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഈ ആലയവും പരിസരവേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ, ദുഷ്ടനടുക്കാ ശത്രുവോട് രക്തക്കോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് മറച്ച് കാത്തു വിരിവാരിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ, 2 3 പേർ യേശുവിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കാവുന്ന വാക്കുള്ള കർത്താവ് നടിയങ്ങളുടെ മധ്യത്തിലും കടന്നു വന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന നാഥ. പാടുവാനും പ്രാർത്ഥിക്കാനും തിരുവനും ധ്യാനിക്കാനും അടിയങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. എൻ്റെ യേശുവേ, ഒരു ദിവസം കൂടി അടിയങ്ങൾക്ക് ദാനമായി തന്ന കൃപയ്ക്കായി അന്യോടെ സ്തുതിക്കുന്ന കർത്താവേ. അനേകർക്ക് ലഭിക്കാതെ പോയ ഭാഗ്യ അവസരം കർത്താവ് അടിയങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ആ പാദപീഠത്തിലിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണല്ലോ. ആ ഒരു ഭാഗ്യ അടിയങ്ങൾക്ക് തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന നാഥ. ഇതിനൊന്നും യോഗ്യതയില്ലായിരുന്ന അടിയങ്ങളെ വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ മക്കളും പ്രിയമക്കളുമാക്കി തീർത്ത വലിയ കൃപയ്ക്കായി നന്ദിയോടെ വീണ്ടും സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ് കർത്താവേ. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും പേരുപേരായി കുടുംബമായി അപ്പൻ്റെ പാദപീഠത്തിൽ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ. എൻ്റെ മക്കളെയൊക്കെ ചെറുതും വലുതുമായ ആവശ്യഭാരങ്ങളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഭാരത്തോടെ പ്രയാസത്തോടെ കടന്നു വന്നിരിക്കുന്നവർക്ക് കർത്താവോടുന്ന ആശ്വാസം പകർന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തു എന്ന് വാക്കുവന്ന കർത്താവ്. അടിയങ്ങളുടെ ഓരോരുത്തരുടെയും ഭാരങ്ങളെ ചുമക്കുവാൻ തക്കോണയും മധ്യത്തിൽ കടന്നു വന്നിരിക്കുക നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഒരു പ്രാവശ്യം കൂടി യേശുവിൻ്റെ വചനത്തെ ഉറപ്പിക്കുവാനും യേശുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും കർത്താവ് ഞങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായി വീണ്ടും അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ. കടന്നു വരാൻ സാധിക്കാഞ്ഞ മക്കളെയൊക്കെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നവരൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൊഞ്ചാനെ കുടുംബമായി അപ്പൻ്റെ പാദപീഠത്തിൽ അടിയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മാന് കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ കർത്താവെ ശാരീരികമായ ക്ഷീണാവസ്ഥയിലൊക്കെ ആയിരുന്നല്ലോ. എങ്കിലും അപ്പോൾ അവിടുന്ന് കൊടുത്ത വിടുതലിനായി സൗഖ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണമായ വിടുതലെ സൗഖ്യം അവിടുത്തെ കാര്യങ്ങളിലുണ്ടല്ലോ കർത്താവെ. അവിടുന്ന് എൻ്റെ മകനെ അവിടുന്ന് കൂടുതൽ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനിയാൻറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകളെ ആ പാദപീഠത്തിലേക്ക് അടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിനായി പ്രത്യാശയ്ക്കായി ഇനിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളെ 2 പേരെയും കുടുംബമായി അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നപ്പോൾ അവരൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കരം കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിധാനങ്ങളെ ബാലപീഠകളിൽ നിന്നൊക്കെ അവിടുന്ന് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ യേശുവേ, അല്പസമയം കൂടി അടിയങ്ങൾ ആ പാദപീഠത്തിലിരിക്കുമ്പോൾ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നിറച്ച് പറഞ്ഞയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ രോഗികളായ മക്കളെയൊക്കെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ആരെയും രോഗത്താലോ ഭാരത്താലോ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഭവനങ്ങളിലും ഉണ്ടെങ്കിലും കർത്താവ് അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണരാലുള്ള സൗഖ്യം കൊടുത്തെല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവെ രോഗത്തിൻ്റെയും ഭാരത്തിൻ്റെയും പ്രയാസത്തിൽ കൂടി കടന്നുപോയപ്പോൾ അവിടുന്നൊക്കെ കർത്താവ് അവിടുന്ന് താങ്ങി ബലപ്പെടുത്തിയ വലിയ കൃപയ്ക്കായി വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. സമയസാറിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വാർദ്ധക്യസകരമായ ക്ഷീണത്താലും ബലഹീനതയാലും എൻ്റെ മകൻ ഭവനത്തിലായിരിക്കുന്നല്ലോ. അപ്പൻ്റെ കാലം എൻ്റെ മകനോട് കൂടെ ഇരുന്ന ക്ഷീണാവസ്ഥയിൽ നിന്നൊക്കെ പിടിച്ച്
ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിയങ്ങളുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെയൊക്കെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പോൾ നിന്നുവിനായി പ്രാർത്ഥിക്കുന്നു, അനുവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മക്കൾക്ക് തക്കതായ ഗുണങ്ങളെ തക്ക സമയത്ത് അവിടുന്ന് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന അവിടുന്ന് പ്രവർത്തിക്കുമെന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നപ്പോൾ അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് അവരെ താഴ്ത്തി ഏൽപ്പിക്കുന്ന നാഥ, കർത്താവെ നിങ്ങൾ അല്പ സമയം ഇരിക്കുമ്പോൾ കർത്താവെ വചനം പറയുവാൻ എൻ്റെ മകനെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ക്രൂശിൻ്റെ മറവിൽ അവിടുന്ന് മറച്ചു നിർത്തി അടിയങ്ങൾക്ക് വേണ്ടുന്ന വചനം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങളൊക്കെ അടിയങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് എഴുതി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. ദുഷ്ടങ്ങൾക്ക് കളയാതെ വന്ന കർത്താവെ അടിയങ്ങളിൽ പൊതുവറുത് നൂർമേനി പരമ്പര കൊടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾക്കുന്ന വചനങ്ങളൊക്കെ അടിയങ്ങളിൽ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസമായി പരിണമിച്ചു. കർത്താവെ, അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഉപകാരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, എൻ്റെ യേശുവെ, അടിയൻ്റെ കുറവുകളോ ബലഹീനതകളോ ഇന്നത്തെ വിരകത്തിന് തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ആദ്യോടെ അവസാനത്തെ കൃപ അടിയങ്ങളുടെ മേൽ വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ ബലപ്പെടുത്തണമേ, നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുറവുകളും ബലഹീനതകളും ഒക്കെ അതിജെടുത്താൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ നന്മകളാലും കൃപകളാലും അടിയങ്ങളെ നിറച്ച് പറഞ്ഞേക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്തിമരെയും ക്രിസ്തുവാവുന്ന ഉറച്ച പാറമേൽ ആശ്രയം വെച്ചേക്കാൻ അടിയങ്ങളെ ഓരോ ഭവനത്തെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന രക്ഷകന്റെ പാദമെടുത്തി സമർപ്പിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളണമേ സ്വർഗീപിതാവേ. ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. പാഠപുസ്തകത്തിൻ്റെ 151, പാഠപുസ്തകത്തിൻ്റെ 151. നമുക്ക് ജയം തന്ന നമ്മുടെ കർത്താവിനെ ഉയർത്താം. പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും പിടിയിൽ നിന്നും നമ്മളെ രക്ഷിച്ചതായ കർത്താവ്, സാത്താൻ്റെ സൈന്യത്തെ കാൽവരിയിൽ തോൽപ്പിച്ച കർത്താവ്, ആ കർത്താവിനെ നമുക്ക് വാദ്യഘോഷങ്ങളോടും രക്തത്താലും മുദ്രയേറ്റപ്പെട്ട് നമ്മളെ ജയിച്ച കർത്താവിനെ നമുക്ക് ഉയർത്താം. എല്ലാവർക്കും കരങ്ങളെ അടിച്ച് പ്രാർത്ഥിക്കാം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു,
നാമത്തിനു ജയം ജയം എപ്പോഴും രക്തം കൊണ്ടു മുദ്രയിടാം ജനം ഒന്നിച്ചു രക്തം കൊണ്ടു മുദ്രയിടാം ജനം ഒന്നിച്ചു ആകലങ്ങൾ ൂരിടുമ്പോൾ ദൂരം വിറയ്ക്കുമേ ആകലങ്ങൾ ൂരിടുമ്പോൾ ദൂരം വിറയ്ക്കുമേ ജയം 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 എപ്പോഴും ജയം 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 എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും പകർത്തുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലായി പകർത്തുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലായി നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും രക്തം കൊണ്ടോ മുദ്രയിടാം ജനം ഒന്നിച്ച് രക്തം കൊണ്ടോ മുദ്രയിടാം ജനം ഒന്നിച്ചു ആകരങ്ങൾ ൂതിടുമ്പോൾ ദൂരം വിറയ്ക്കുമേ ആകരങ്ങൾ ൂതിടുമ്പോൾ ദൂരം വിറയ്ക്കുമേ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലാ തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലാ നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു 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 ജയം ജയം എപ്പോഴും ഹല്ലേലൂയ 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 ആത്മാവിൽ നമ്മൾ നിർമ്മിച്ച കർത്താവിന്റെ കരങ്ങളെ ഓർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പോൾ അന്നായും അമ്മുവും വേദവാക്യങ്ങൾ പറയുന്നു. പാട്ടുണ്ടോ? അത് കഴിഞ്ഞ് വെല്ലുമിച്ച് വന്ന് അതിൻ്റെ വാതിൽ തുറക്കാനുള്ള പ്രാർത്ഥന. സങ്കീർത്തനങ്ങൾ 91. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നേരിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ദൈവമേ സ്തുതിയാവുന്ന ഭാഗ്യവാൻ. സങ്കീർത്തനം 45:1. എൻ്റെ ഹൃദയം വചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. പാർക്കുമോ? ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാക്തത്വങ്ങളിൽ വാക്കുമാറാത്ത നല്ല കർത്താവേ, കൂട്ടായ്മയിലേക്ക് വരുവാൻ സാധിച്ചതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്നത്തെ പ്രാർത്ഥന കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരണമേ. പ്രിയപ്പെട്ട മോൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ക്രിസ്തുവിൻ്റെ ബലം കൊടുക്കണം കർത്താവെ. ക്രിസ്തുവിൻ്റെ പത്രമായി ഞങ്ങൾ ഓരോരുത്തരുമായി തീരണമേ കർത്താവെ. ഇത്രത്തോളം ഞങ്ങളെ നടത്തുന്ന നല്ല ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ പകരം എന്താണ് തരുന്നത് കർത്താവെ? രക്ഷയുടെ പാനപാത്രമെടുത്ത് ഞങ്ങൾക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ ഇടയാക്കിയ ഈ സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി വെടിപ്പാക്കണമേ കർത്താവെ. ഓരോ കൂട്ടായ്മയും ഞങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ പ്രയോജനകരമാക്കി തീർക്കണമേ കർത്താവെ. കർത്താവെ, വചനം കേൾക്കുമ്പോൾ കർത്താവെ ഞങ്ങളതൊന്നും ചതിക്കുന്നവരായി തീരരുതേ കർത്താവെ. വചനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകളിൽ എഴുതി വചനമാവുന്ന ദൈവത്തെ കൂടുതൽ ആഴത്തിൽ വേരൂന്നി ആത്മീയ വർധനവ് വരുത്തി ഞങ്ങളെ ജീവിപ്പിക്കുവാൻ സാധിപ്പിക്കണമേ കർത്താവെ. ഇത്രത്തോളം കർത്താവ് ഒരിക്കൽ കൂടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. മോചനെ പ്രത്യേകം എടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും രൂപാന്തരം ഉണ്ടാക്കി കർത്താവെ. ദൈവത്തിന് സ്തുതി കൊടുക്കുവാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കണമേ. സകല യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. യേശു നല്ലവൻ, യേശു വല്ലഭൻ, യേശു ദൈവം.